നമസ്കാരം, ചാമക്കാല ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഈ യൂട്യൂബിൽ പണം ഉണ്ടാക്കാനും ഫേസ്ബുക്കിൽ പണം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പല ട്രിക്കിലും പല രൂപത്തിലും ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഭയങ്കര ക്രിയേറ്റിവിറ്റിയാ. തൊപ്പി എന്ന് പറയുന്ന ഒരുത്തണ്ടല്ലോ, അവൻ ഈ ലൈവിൽ വന്നിരുന്ന് കണ്ടിട്ട് ആൾക്കാരെ തെറി പറയലും ഓരോ വേഷം കെട്ട് കാണിക്കലും അവൻ്റെതായിട്ടുള്ള രീതിയിലുള്ള, ഒന്നാമത്തത് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു സാധനം. തന്തയ്ക്ക് വിളിക്കുക, തള്ളയ്ക്ക് വിളിക്കുക, അതുപോലെ തന്നെ തെറി പറയുക, ഇതൊക്കെ അവൻ്റെ സ്ഥിരം നമ്പറുകളാണ്. ഞാനിതിൻ്റെ അടി കാണിക്കുന്ന വീഡിയോ എന്തായാലും സൗണ്ട് കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരാളെ പ്രൈവസിയിൽ കയറി നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് സംഭവം എന്ന് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് ഇപ്പൊ തൊപ്പി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളാണ്. അത് ഡെയിലി ഇത്ര ലക്ഷം രൂപ സമ്പാദിക്കുന്ന ആളാണ്. അപ്പൊ അവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാനും പിന്നെ മറ്റേ വേറെ ഒരുത്തനുണ്ടല്ലോ, പേരിയം ബൊമ്മ, ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയ ഒരു നാടകമാണ്. എന്ന് വെച്ചാൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ആ റീച്ചിനെ ഇപ്പോൾ പലരും അതില് താഴെ വരുന്ന കമന്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മോശം കമന്റുകൾ, വളരെ മോശം കമന്റുകൾ. പിന്നെ തൊപ്പി ഇന്നലെ തന്നെ കണ്ടിരുന്നു, ആരെ തന്തയ്ക്ക് വിളിക്കണൊക്കെ കണ്ടിരുന്നു, ഒരു ഫോർച്യൂണറിൽ വണ്ടിയിലൊക്കെ വന്നിട്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒരു നാടകമാണ്. ഇതൊക്കെ ബുദ്ധിയുള്ളവനല്ലേ മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ള പാവങ്ങള് ഇവരെ ഈ കുറെ കുട്ടികളാണ് ഈ തൊപ്പിരെ പടം വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കുറെ ഫോളോവേഴ്സ് വരും. തൊപ്പിനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് കൂടുതലും അറ്റാക്ക് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഒരു പ്രഹസനം, ഇതൊക്കെ ഒരു നാടകം എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മള് ഇതൊക്കെ കണ്ടിട്ട് നമ്മളിത് പ്രതികരിച്ചില്ലെങ്കിൽ മോശമല്ല എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോ ഇതിന്റെ ഒരു വീഡിയോ ചെയ്യണത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെയൊക്കെ വിചാരം എല്ലാവരും പൊട്ടന്മാരാണ്. എന്നിട്ട് ഒരുത്തൻ ഒരു താറ് വണ്ടി കൊണ്ടുവന്നിട്ടിട്ട് അതിന്റെ മുന്നിൽ നിന്നിട്ട് ഭയങ്കര വെല്ലുവിളിച്ചിട്ട്, അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് പോവും. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് അവന്റെ വീട്ടിൽ ചെന്ന് കണ്ടിട്ട് കാണിക്ക്. വീട് കയറി തല്ലാൻ ചെന്നൊന്നും പറഞ്ഞ് നിന്റെ പേരിലൊക്കെ കേസ് വരും. പിന്നെ അത് മാത്രല്ല, നീ ഇപ്പൊ വീടിന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് കാണിക്കണം എന്തെന്നാ, 5 ആളെയും കൊണ്ടുപോയി കണ്ടിട്ട് അവിടെ നിന്നിട്ട് ആരുമില്ലാത്തൊരു വീട്ടിൽ പോയി അവിടെ നിന്നിട്ട് ഇറങ്ങി വേടാ. അതിന് നിന്റെ കൂടെ വന്നിട്ടുള്ളവര് അവൻ ഇറങ്ങി വരുമ്പോഴേക്കും കുഞ്ഞാനൊക്കെ ആദ്യം ഓടി രക്ഷപ്പെടും. അപ്പൊ പിന്നെ അവസാനം നീ മാത്രമാവും. ചങ്കൂറ്റം കാലുമ്മലൊക്കെ അടിച്ചും കണ്ടിട്ടുള്ള ഭയങ്കര ചങ്കൂറ്റം കാണിക്കണ്ടില്ല. ആ ചങ്കൂറ്റം നേരിട്ട് ഒറ്റയ്ക്ക് പോയി കാണിക്കാൻ തരുണേ കാണിക്കും. അല്ലാതെ ചുമ്മാ 10 ആളെയും കൂട്ടിയിട്ടല്ല ഒരുത്തനോട് പകരം വീട്ടാൻ പോവുക. ഇതിപ്പോ മറ്റേ സിനിമയില് പൃഥ്വിരാജിന്റെ സിനിമയില് മറ്റേ പൃഥ്വിരാജിന്റെ ചേട്ടനല്ലേ, പുള്ളി പറഞ്ഞ പോലെ ഈ പകരം വീട്ടിൽ നമുക്ക് അടുത്ത ആഴ്ച ആയാലോ. അതേപോലെയാണ്. അവിടെ ചെന്ന് കുറെ നേരം കാത്തുനിന്നു അവിടെ നിന്ന് പിന്നെ ഇറങ്ങിപ്പോന്ന്. നാണല്ലടോ ഇതൊക്കെ കാണിക്കാനായിട്ട്. ഇതൊക്കെ പ്രഹസനാണ്, പ്രഹസനം. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, മനസ്സിലായോ? ഇത് വേറെ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കും. ഒരുത്തൻ കുറെ നാള് മറ്റേ എന്തോ ഒരു മരുന്നൊക്കെ വെക്കാൻ നടന്നു, പാണ്ടിക്കാട് കുഞ്ഞാൻ കുറെ കാലം നരേന്ദ്രമോദിനെ കുറ്റം പറഞ്ഞിട്ടാണ് ഇത്ര വലിയ ലെവലിലെത്തിയത്. പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാൻ വേറെ കാര്യമുണ്ട് കേട്ടാ, ഒരു നാണില്ലാത്താണ്. കാര്യം എന്താ അറിയോ, എന്ത് പറഞ്ഞാലും ആരെന്ത് ചീത്ത പറഞ്ഞാലും എവിടെയെങ്കിലും വഴിയിൽ വെച്ച് അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരാളാവും. പെട്ടെന്ന് അങ്ങോട്ട് ചേഞ്ച് ആവുകള്. പിന്നെ അവരാളായി. പിന്നെ അവരെ കൂടെ നിന്നിട്ട് ഇപ്പത്താൾ കുറ്റം പറയും. അപ്പോഴ് അവിടെ നിന്ന് പിന്നെ വിട്ട് കുറച്ചിടെ പോകുമ്പോ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഇയാളുടെ കൂടെ നിൽക്കും. അതുപോലെ തന്നെ പാർട്ടിക്കാരായാലും, ഒരു പാർട്ടിക്കാരെ കണ്ട് ഒരു സെലിബ്രിറ്റി തോന്നി കഴിഞ്ഞാൽ അയാളെ അടുത്ത് പോയി അയാളെ കുറിച്ച് ഒന്ന് പൊക്കിയടിച്ച് അങ്ങനെ പറഞ്ഞ് കുറെ നേരം അവിടെ നിൽക്കും. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്ന് വേറൊരു പാർട്ടിക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കും. ഇതാണ് കുഞ്ഞാൻ. പിന്നെ എന്ത് പോക്കിത്തരം കാണിച്ചാലും ആർക്കൊന്നും പറയാനില്ല. കുഞ്ഞാനൊട്ടത് കേട്ടാൽ നാണക്കേടുമില്ല. നാണില്ലാത്തവന്റെ മൂട്ടിലൊരു ആല് മുഴച്ച അതൊരു തണലാണെന്ന് പറഞ്ഞ് നടക്കുന്നതാണ് കുഞ്ഞാൻ. അപ്പൊ കുഞ്ഞാനെ പറ്റി
നല്ലത് പറയാനുമില്ല, ചീത്ത പറയാനുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ ഇങ്ങനെ തന്നെയാണ് അതിന്റെ കാര്യങ്ങള്. അതുപോലെ തന്നെയാണ് ഇപ്പൊ പുതിയ ആൾക്ക് എന്ന് പറഞ്ഞ ആള് പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇതില്ലല്ലോ, ഏത് ഫോളോവേഴ്സ് ഒക്കെ കുറവല്ലേ, ഇൻസ്റ്റാഗ്രാമുള്ള ഇപ്പൊ എല്ലാവരും. അപ്പൊ അതില്ലാത്തത് കൊണ്ട് പുള്ളിയും കച്ചകെട്ടി ഇറങ്ങി എന്ന് മാത്രം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചാകരല്ലേ നാട്ടിലുള്ളവർക്ക്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എലക്ഷനൊക്കെ വരാനായില്ലേ. ഇനി പെണ്ണ് കേസാണെങ്കിൽ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും ഓരോ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് പെണ്ണ് കേസുകള്. പെണ്ണുങ്ങളാണെങ്കിൽ കാശുണ്ടാക്കാൻ ഇനിയിപ്പോ വേറെ ഒന്നും നോക്കണ്ട, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ എന്തെങ്കിലും രീതിയിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് രക്ഷപ്പെട്ടു. അത് രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇപ്പൊ നല്ല സുഖമാണ്. കാരണം എന്താ വെച്ചാല് എല്ലാവരും ചിട്ടിയൊക്കെ പിടിച്ചു വെച്ചോ, അല്ലെങ്കിൽ കാശൊക്കെ കുറച്ച് റെഡിയാക്കി വെച്ചോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് നിമിഷവും ആരും പ്രത്യക്ഷപ്പെടാം. അവരെ ഒതുക്കണം എന്നുണ്ടെങ്കിൽ 28 ലക്ഷം രൂപ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ ഒരു പെണ്ണ് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന കണ്ടു. ഭീഷണിയല്ല, പഴയ സെറ്റിൽമെന്റ് ഒന്ന് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞിട്ട്. ഏത് നമ്മുടെ ചാലക്കുടി MLA യോഹന്നാൻ, പുള്ളിയുടെ ആ കേസിൽ എന്തോ ഒരു തെറ്റേൽ എന്ന് പറഞ്ഞൊരു കേസ്, ആ കേസിന്റെ പൈസ മുഴുവൻ സെറ്റിൽ ചെയ്തിട്ടില്ല, 28 ലക്ഷം തന്നിട്ടുള്ളൂ, ബാക്കിയുള്ളത് തന്നിട്ടില്ലെന്ന്. അപ്പൊ അങ്ങനെ ഒരുപാട് കേസ് കെട്ടുകൾ ഇനി വരാൻ കിടക്കണുള്ളൂ. അപ്പൊ അതുകൊണ്ട് നാട്ടിലുള്ള യൂട്യൂബർമാർക്കും മറ്റുള്ള ചാനൽ നടത്തുന്നവർക്കൊക്കെ നല്ല ചാകരയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നല്ല കണ്ടന്റ് ഉണ്ടാക്കുക, അല്ലാതെ ഈ കിടന്ന് കണ്ടിട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് തല്ലിട്ടിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അല്ലേ? അപ്പൊ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഈ കാണിക്കുന്ന പ്രഹസനമൊക്കെ നിർത്തി നല്ല രീതിയിൽ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ ഇവരെ സപ്പോർട്ടേഴ്സ് ഒന്നും കണ്ടിട്ട് ഇതിലൊന്നും കണ്ട് എന്നെ തെറി വിളിക്കാം, അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞതിൽ കാര്യമുള്ള ആൾക്കാർക്ക്, വിവരമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർ, എന്നെ ഒന്ന് തെറി വിളിക്കുന്നവർക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അവര് വെറുതെ അവരെ സപ്പോർട്ട് ചെയ്യണതാ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പരമാവധി ഒന്ന് ഷെയർ ചെയ്യും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.